പക്ഷെ എന്തോ കാരണത്താൽ അദ്ദേഹമല്ല സ്ഥാനാർത്ഥിയായത്. അദ്ദേഹമല്ല സ്ഥാനാർത്ഥി എന്ന് ഡിക്ലറേഷൻ വന്ന സമയത്ത് പത്രക്കാരെല്ലാം അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനെതിരെ അദ്ദേഹം ഒരു വാക്കുച്ചരിക്കണമെന്നാകും പത്രക്കാരൊക്കെ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തെ അങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടി അവരിങ്ങനെ കുത്തി നോവിക്കുന്നുമുണ്ട്. പക്ഷെ ആ സമയത്ത് ആ രാഷ്ട്രീയ പ്രവർത്തകൻ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒരു തെരഞ്ഞെടുപ്പിലല്ല, 1000 തെരഞ്ഞെടുപ്പിൽ എനിക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടാലും അരവാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ ഞാൻ എൻ്റെ പ്രസ്ഥാനത്തെ വേദനിപ്പിക്കുകയില്ല എന്ന്. ഈ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നൊരു സംഭവമില്ലേ, അത് വെറുതെ കിട്ടൂല. നമുക്ക് പൈസ എല്ലാവർക്കും ഉണ്ടാക്കാം, പൈസക്കൊരു ബ്ലെസ്സിങ് എല്ലാവർക്കും ഉണ്ടാവില്ല. സമയം എല്ലാവർക്കും ഒരേപോലെ തന്നെ അല്ലേ? ചില ആളുകൾക്ക് സമയത്തിനൊരു ബർക്കത്തുണ്ടാവും, ഒരു ബ്ലെസ്സിങ് ഉണ്ടാവും. ആരോഗ്യം എല്ലാവർക്കും കിട്ടും, പക്ഷെ ചില ആളുകൾക്ക് ആരോഗ്യത്തിലൊരു ബ്ലെസ്സിങ് ഉണ്ടാവും. ഈ ബ്ലെസ്സിങ് എങ്ങനെ ഉണ്ടാവുക എന്നറിയോ? അതെവിടെ നിന്ന് വാങ്ങാനൊന്നും കിട്ടില്ലല്ലോ. ബ്ലെസ്സിങ് എങ്ങനെ ഉണ്ടാവുക എന്നറിയോ? ബ്ലെസ്സിങ് ഉണ്ടാവണമെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നന്ദി ഉണ്ടാവണം. അതാ കടമ്മനിട്ട എന്നൊരു മഹാകവി ഉണ്ടായിരുന്നു നമുക്ക്. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ വരിയുണ്ട്, ഒരു കുഞ്ഞു വരിയാട്ടോ, ചെറിയൊരു വരിയാണ്. നമ്മളെപ്പോഴും കാണുന്ന സ്ഥലത്ത് ഇങ്ങനെ എഴുതി വെക്കേണ്ട ഒരു കുഞ്ഞു വരി. എന്താണെന്നറിയോ? നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. അതാ, നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. ആ രാഷ്ട്രീയ പ്രവർത്തകൻ അതാണ് ഓർത്തത്. അതിൻ്റെ ബ്ലെസ്സിങ് ആണ് പിന്നീട് അദ്ദേഹത്തിന് ഉണ്ടായത്. അദ്ദേഹം ഇന്ന് നിങ്ങളുടെ MLA ആണ്, ഈ ഇരിക്കുന്ന VS ജോയിയാണ്. എന്താണ് ബ്ലെസ്സിങ്? അതാണ് ബ്ലെസ്സിങ്. അത് വെറുതെ ഉണ്ടാവില്ല ബ്ലെസ്സിങ്. കഠിനമായ പ്രയത്നങ്ങളിലൂടെ എത്രയോ പ്രിയപ്പെട്ട കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ച്, എത്രയോ പ്രിയപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെച്ച്, എത്രയോ രാത്രികൾ ഉറക്കം വിളിച്ച് കഷ്ടപ്പെട്ടൊരു വലിയ അധ്വാനത്തിൻ്റെ സർട്ടിഫിക്കറ്റുമായി ഒരു നാടിൻ്റെ അംഗീകാരം നേടിയെടുക്കാൻ വേണ്ടി ഇവിടെ വന്നെത്തിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് 3 കാര്യങ്ങൾ മാത്രമാണ് പറയാനുള്ളത്. അതിലൊന്നാമത്തെ കാര്യം, നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ നദികളിലൊന്നാണ് ഗംഗാ നദി ആണല്ലോ. ഗംഗയുടെ പ്രത്യേകത അതിങ്ങനെ പരന്നൊഴുകുന്ന നദിയാണ്. ഗംഗയുടെ തീരത്ത് പോയ ആളുകൾ ഉണ്ടാവുമോ? അതിൽ ഉണ്ടാവുമോ? ആരെങ്കിലും ഉണ്ടോ? അത് കൈ പൊക്കി കാണിക്കോ? ഉണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടോ? ജീവിതത്തിൽ എന്തെങ്കിലും അതിൻ്റെ കരയിൽ പോയിട്ടൊന്ന് നിൽക്കണം കേട്ടോ. അതെന്തുകൊണ്ടാണെന്നറിയോ? ജീവിതത്തിൻ്റെ നേർചിത്രം എന്ന് പറയാവുന്ന ഒരു കാഴ്ച ആ നദിയിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഗംഗയുടെ മുന്നിലിങ്ങനെ ചെന്ന് നിന്നാൽ ഗംഗയിൽ ഇങ്ങനെ പൂക്കൾ ഒഴുകിപ്പോകുന്നത് കാണാം. പൂക്കളിങ്ങനെ ഒഴുകിപ്പോകുന്നത് കാണാം. പിന്നെയോ പാതി വെന്ത ശരീരഭാഗങ്ങൾ ഒഴുകിപ്പോകുന്നതും കാണാം. പാതിവന്ത ശരീരഭാഗങ്ങളെയും പൂക്കളെയും ഒരേ വിധം സ്വീകരിച്ച് ഒഴുക്ക് തുടരുന്ന ഒരു കാഴ്ച ഗംഗയുടെ തീരത്ത് ഇങ്ങനെ ചെന്ന് നിന്നാൽ കാണാം. സന്തോഷകരമായ കാര്യങ്ങൾ മാത്രമല്ല, സങ്കടമുള്ള അനുഭവങ്ങളെയും ഒരേ വിധം സ്വീകരിച്ച് ഒഴുക്ക് നിലക്കാതെ മുന്നോട്ട് പോകുന്ന ജീവിതത്തിൻ്റെ ഒരു നേർക്കാഴ്ച ആ നദിയുടെ തീരത്ത് ചെന്ന് നിന്നാൽ നമുക്ക് കാണാം. ഗംഗയുടെ പ്രത്യേകത അതിങ്ങനെ പരന്നൊഴുകുന്ന നദിയാണ്, വീതി കൂടിയ നദിയാണ്. ഈ വീതി കൂടിയ നദിയില്ലേ, ഒരു സ്റ്റേറ്റിലെത്തുമ്പോൾ, ഒരു സംസ്ഥാനത്തെത്തുമ്പോൾ അതിൻ്റെ വീതി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. ഇങ്ങനെ ഒഴുകിയിരുന്ന പുഴ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങും, ഇങ്ങനെ കൂർപ്പിച്ച് കൺവേർജ് ചെയ്ത് ഒഴുകാൻ തുടങ്ങും. ആ സംസ്ഥാനത്തെത്തുമ്പോൾ ആ നദിയുടെ പേരും മാറും. പേര് മാറി, സ്വഭാവം മാറി, ഭാവം മാറി, രൂപം മാറി, ഒക്കെ മാറി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ടോ?
അതേതാ സംസ്ഥാനം എന്നറിയോ? ബംഗാൾ. പരന്നൊഴുകിയിരുന്ന ഒരു നദി ഒരു സ്ഥലത്തെത്തുമ്പോൾ, ബംഗാളിലെത്തുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ച് കൂർപ്പിച്ച് ഒഴുകാൻ തുടങ്ങുന്നു. അതിൻ്റെ പേര് മാറുന്നു, അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറുന്നു. പേരെന്താണെന്നറിയാം? ബംഗാളിൽ അതിനെ വിളിക്കുന്ന പേര് ഹൂഗ്ലി എന്നാണ്. അതെന്താ കാരണം എന്നറിയോ? ബംഗാളിലെത്തുമ്പോൾ അതിങ്ങനെ ശ്രദ്ധിച്ചൊഴുകാനുള്ള കാരണം എന്താണെന്നറിയോ? ബംഗാൾ ഉൾക്കടൽ എന്ന ലക്ഷ്യം അതിനുണ്ട് എന്നതാണ്. അവിടെ ചെന്ന് വീഴണം. ലക്ഷ്യമില്ലാത്ത കാലത്ത് എങ്ങനെ വേണമെങ്കിലും ഒഴുകാം. ലക്ഷ്യം ഉണ്ടാകുമ്പോഴോ ആ ലക്ഷ്യത്തിന് വേണ്ടി ഒഴുകണം. ലക്ഷ്യമില്ലാത്ത ഒരാൾക്ക്, ഉള്ളിലൊരു കിനാവില്ലാത്ത മനുഷ്യൻ എങ്ങോട്ടൊക്കെയാണ് ഒഴുകുക എന്ന് പറയാൻ പറ്റൂല. ഉള്ളിലൊരു കിനാവുള്ള മനുഷ്യനോ ആ കിനാവിന് ചുറ്റും കറങ്ങും. അതാ മക്കയിൽ പ്രദക്ഷിണ ചെയ്യുന്ന ചിത്രം ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ ധാരാളം ആളുകൾ അവിടെ പോയിട്ടുണ്ടാവും. അവിടെ ഒരു സ്ക്വയർ ഉണ്ട്, ഒരു കറുത്ത സ്ക്വയർ, കഅബ എന്നാണ് വിളിക്കുക. ആ കഅബയുടെ ചുറ്റും 24 മണിക്കൂറും ആളുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. എത്ര ആളുകളാണെന്നറിയോ? 10,000-കണക്കിന് ആളുകൾ. നമ്മൾ 2013 അവിടെ പോയത്. അപ്പം നമ്മുടെ സുഹൃത്തിൻ്റെ കൂടെ ആ പള്ളിയുടെ ഏറ്റവും മുകളിൽ കയറി, രാത്രി ഏറ്റവും മുകളിൽ കയറിയിട്ട് താഴേക്ക് ഇങ്ങനെ നോക്കുമ്പോഴില്ലേ ആ ഒഴുക്ക് കാണുമ്പോൾ ഒരു പുഴ ഒഴുകുന്നത് പോലെ തോന്നും. എത്ര ആളുകളാണെന്നറിയോ? 10,000-കണക്കിന് ആളുകളാണ്. ഒരാൾ പോലും വഴി തെറ്റിപ്പോകുന്നില്ല. അത്രയധികം ആളുകൾ ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യുക. നമ്മുടെ ക്ഷേത്ര പ്രദക്ഷിണം തന്നെ അതേപോലെ തന്നെ. ഹജ്ജ് കേട്ടിട്ടില്ലേ? ഹജ്ജ് ചെയ്യുമ്പോൾ വസ്ത്രം ധരിക്കുന്നത് പൂണൂല് ധരിക്കുന്ന അതേപോലെയാണ്. പൂണൂല് ധരിക്കുന്ന അതേ രീതിയിലാണ് ഹജ്ജിൻ്റെ വസ്ത്രം ധരിക്കുന്നത്. കഅബ തവാഫ് ചെയ്യുന്ന അതേപോലെയാണ് നമ്മുടെ ക്ഷേത്രം പ്രദക്ഷിണം ചെയ്യുന്നത്. പ്രദക്ഷിണം എന്നുള്ളതിൻ്റെ അറബി വാക്കാണ് തവാഫ് എന്ന് പറയുന്നത്. അതാണ് ഇത്, ഈ കറക്കം. ഞാൻ പറഞ്ഞത് ഒരാൾ പോലും ഇങ്ങനെ തെറ്റിപ്പോകില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? തെറ്റിപ്പോകാത്തതിൻ്റെ കാരണം എന്താണെന്നറിയോ? അവരുടെ നടുവിൽ ആ സാധനം ഉണ്ടായതുകൊണ്ടാണ്. അങ്ങനെ ഒരു ലക്ഷ്യം അവരുടെ നടുവിലില്ല എന്ന് വിചാരിക്കുക. ഓരോ ആൾ ഓരോ വഴിക്കായിരിക്കും. ഈ കഅബയില്ലേ, ഈ നടുവിലുള്ള ആ സ്ക്വയറില്ലേ, അതിന് അറബിക്കിൽ വിളിക്കുന്ന പേരെന്താണെന്നറിയോ? ഖിബില എന്നാണ്. ഖിബില എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ലക്ഷ്യം. നിങ്ങളുടെ ഖിബില ഏതാണോ നിങ്ങൾ അതിൻ്റെ ചുറ്റും കറങ്ങും. അതൊരു മനുഷ്യനാണോ ആ മനുഷ്യൻ്റെ ചുറ്റും നിങ്ങൾ കറങ്ങും. അയാൾക്ക് വേണ്ടി ഉറക്കമൊഴിക്കും, അയാൾക്ക് വേണ്ടി വെയിൽ കൊള്ളും, അയാൾക്ക് വേണ്ടി പൈസ ചെലവാക്കും, അയാൾക്ക് വേണ്ടി കാത്തിരിക്കും, അയാൾക്ക് വേണ്ടി കരയും. അതൊരു കാര്യമാണ് എങ്കിൽ ആ കാര്യത്തിൻ്റെ ചുറ്റും നിങ്ങൾ കറങ്ങും. ആ കാര്യത്തിന് വേണ്ടി നിങ്ങൾ കഠിനാധ്വാനം ചെയ്യും. അത് നേടിയെടുക്കാനുള്ള പരിശ്രമങ്ങളിൽ നിങ്ങൾ മുഴുകും. കഠിനാധ്വാനത്തിൻ്റെ തപസ് കൊണ്ടല്ലാതെ ഒരു മനുഷ്യന് ഒന്നും നേടിയെടുക്കുന്നില്ല എന്ന് ജീവിതത്തിൽ തെളിയിച്ച മനുഷ്യരാണ് നിങ്ങൾ. പക്ഷെ ഞാൻ നിങ്ങളോട് പറയണത്, നിങ്ങളുടെ പോസിബിലിറ്റിയുടെ 1% പോലും നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. നിങ്ങളുടെ പോസിബിലിറ്റിയുടെ, നിങ്ങളുടെ പൊട്ടൻഷ്യാലിറ്റിയുടെ 1% പോലും നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. അത് വരാനിരിക്കുന്ന ഭാവിയിൽ ഉപയോഗിക്കാനുള്ളതാണ്. ഒരു കളിക്കാരനുണ്ട്, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരിലല്ല അദ്ദേഹം ലോകത്ത് അറിയപ്പെടുന്നത്. അദ്ദേഹം 2 അക്ഷരമുള്ളൊരു പേരിലാണ് ലോകം മുഴുവൻ അറിയപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് എഡിസൺ അരാൻഡസ് ഡോ നാസിമാൻഡോ എന്നാണ്. കേട്ടിട്ടുണ്ടോ? അതാരാന്നറിയോ? ഫുട്ബോളിൻ്റെ ചരിത്രം എണ്ണുമ്പോൾ അതിൽ 1ാമത്തെ പേരാണ്. മനസ്സിലായല്ലോ? ആരാ? പെലെയില്ലേ, ചെറിയ കുട്ടിയാകുമ്പോൾ അടിമയായിരുന്നു. അടിമ വംശത്തിൽപ്പെട്ട ഒരു കുടുംബത്തിലെ കുട്ടിയായിരുന്നു പെലെ. നമ്മൾ കാളപൂട്ടില്ലേ? കാള പൂട്ടുന്നത് പോലെ മനുഷ്യന്മാരെ വെച്ചിട്ടായിരുന്നു, ഈ അടിമകളെ വെച്ചിട്ടായിരുന്നു അന്ന് പൂട്ടിയിരുന്നത്. അങ്ങനെ ഈ കുട്ടിയുടെ കഴുത്തിൽ നുകം വെച്ചിട്ട് ഈ കുട്ടി അതിൻ്റെ ഭാഗമായിരുന്നു. അടിമ വംശത്തിലെ കുട്ടി ആയതുകൊണ്ട് ഈ കുട്ടി ആ പൂട്ടിൽ ഒരു മൃഗത്തെ എന്ന പോലെ ആ കുട്ടി അവിടെ ഇങ്ങനെ നിന്നിരുന്ന് അതിങ്ങനെ ഉഴുതുമറിക്കാൻ വേണ്ടിയിട്ട്. എവിടെയാണ് നുകം വെക്കുക? കഴുത്തിൽ. കണ്ടിട്ടില്ലേ?
കഴുത്തിൽ നുകം വെച്ചാൽ മുന്നോട്ട് നോക്കാൻ പോലും കഴിയൂല, താഴേക്ക് നോക്കാനേ കഴിയുള്ളൂ അല്ലേ? കഴുത്തിൽ നുകം വെച്ചാൽ താഴേക്കല്ലേ നോക്കാൻ കഴിയുക. ആ കുട്ടി പറഞ്ഞത് എന്താണെന്നറിയോ? അവൻ പറയാ, ഏത് ഭാഗത്തു നിന്നാണ് അടി വരിക എന്ന് എനിക്ക് ഏകദേശം അറിയാം. അടി കിട്ടുന്നതിന് മുമ്പ് തന്നെ ഏത് ഭാഗത്തു നിന്നാണ് അടി വരുന്നത് എന്ന് അടി കിട്ടുന്നതിന് മുമ്പ് തന്നെ എനിക്കറിയാം. പിറകോട്ട് നോക്കണ്ട, പിറകോട്ട് നോക്കാതെ തന്നെ എനിക്ക് മനസ്സിലാവും അടി വരുന്നുണ്ട്. ആ കുട്ടിയാണ് ലോകമറിയുന്ന ഫുട്ബോൾ താരമായി മാറിയത്. അപ്പം അവൻ പറയാ, പന്തും കൊണ്ട് ഞാനിങ്ങനെ പോകുമ്പോൾ പിറകിൽ നിന്ന് ഏത് ഭാഗത്ത് നിന്നാണ് ആളുകൾ വരുന്നത് എന്ന് അവരെ കാണാതെ തന്നെ എനിക്കറിയാം. പിറകോട്ട് നോക്കേണ്ട ആവശ്യമില്ല, പിറകോട്ട് നോക്കാതെ തന്നെ ഏതു ഭാഗത്ത് നിന്നാണ് എന്നെ ആളുകൾ പിന്തുടരുന്നത് എന്ന് എനിക്ക് മനസ്സിലാവും. കഠിനാധ്വാനത്തിൻ്റെ തപസ് കൊണ്ടല്ലാതെ, ജീവിതം ഇങ്ങനെ ഉരുകി ഉരുകി ഒലിച്ചിട്ടല്ലാതെ ഒരു നേട്ടവും ഒരു മനുഷ്യനും നേടിയെടുക്കണില്ല. എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും പഠിച്ചവൻ എന്തെങ്കിലും ഒന്ന് കൊടുക്കും. ഒരു സ്പെഷ്യൽ കിഡിൻ്റെ ഉള്ളിൽ പോലും ഈശ്വരൻ എന്തെങ്കിലും ഒരു അത്ഭുതം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അല്ലാതെ ഒരാളെയും ഇങ്ങോട്ട് വിടുന്നില്ല. ഇപ്പം എനിക്കൊരു ചേട്ടനുണ്ടെങ്കിൽ ആ ചേട്ടൻ്റെ ഇഷ്ടങ്ങൾ പോലെ ആവില്ല എൻ്റെ ഇഷ്ടങ്ങൾ, അല്ല, എല്ലാ കാര്യത്തിലും വേറെ വേറെ ആയിരിക്കും. അതെന്തുകൊണ്ടാണ്? അവൻ ചെയ്യാനുള്ളതല്ല എനിക്ക് ചെയ്യാനുള്ളത്, അവൻ എത്താനുള്ളിടത്തേക്കല്ല എനിക്കെത്താനുള്ളത്, അവൻ്റെ മിഷൻ അല്ല എൻ്റെ മിഷൻ. അവന് സയൻസിലായിരിക്കും മാർക്ക്, എനിക്ക് ആർട്സിലായിരിക്കും മാർക്ക്. വൈ? ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരേ കാര്യം പോലെ ഒരേ ഇഷ്ടമാണ് എങ്കിൽ ഞങ്ങൾ രണ്ടാൾ വരേണ്ട കാര്യമില്ലല്ലോ, ഒരാൾ വന്നാൽ മതിയല്ലോ. എന്തിനാ രണ്ടാൾ വന്നത്? രണ്ടാളുടെ ഉള്ളിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. നമ്മൾ ഇംഗ്ലീഷിൽ സ്മോൾ ലെറ്ററിൽ ഐ എന്നെങ്ങനെ എഴുതുക? ഒരു വരയും മുകളിൽ ഒരു കുത്തും കൊടുക്കൂല്ലേ? ഒരു വരയും മുകളിൽ ഒരു കുത്തും. അതിലേക്ക് ഇങ്ങനെ നോക്കിയാൽ എന്തെങ്കിലും ഒരു അത്ഭുതം ഉണ്ടോ? ഒരത്ഭുതം ഇല്ലല്ലോ. അതിങ്ങനെ തിരിച്ചിട്ടാലോ? അതിങ്ങനെ തിരിച്ചിട്ടാൽ നമ്മളതിനെ വിളിക്കണ പേരെന്താ? എക്സ്ക്ലമേഷൻ എന്നാണ് വിളിക്കുക. ഐ മീൻസ് ഇൻഡിവിജ്വൽ. ഞാനും നിങ്ങളും ജനിച്ചവരും ജനിക്കാനിരിക്കുന്നവരുമായ പരകോടി മനുഷ്യരാണ് ഐ. ഈ ഐയുടെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന ഒരു എക്സ്ക്ലമേഷൻ ഉണ്ട്, ഒരു സ്പെഷ്യൽ കിഡിൻ്റെ ഉള്ളിൽ പോലും. അതൊരു സ്പെഷ്യൽ കുട്ടിയുടെ കൂടെ ജീവിച്ച അച്ഛനോടോ അമ്മയോടോ ചെന്ന് ചോദിച്ചു നോക്കൂ. അപ്പോൾ അവർ പറയും, ഇത് പരീക്ഷണമല്ല, ഇത് അനുഗ്രഹമാണെന്ന് പറയും. കാരണം ഈ കുട്ടി വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് കുടുംബക്കാരാരാണെന്ന് മനസ്സിലായത്. ഈ കുട്ടി വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് അയൽക്കാരാരൊക്കെയാണെന്ന് മനസ്സിലായത്, എങ്ങനെയുള്ളവരാണെന്ന് മനസ്സിലായത്, സുഹൃത്തുക്കൾ ആരാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്, ബന്ധുക്കൾ ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അതൊക്കെ ഞങ്ങൾക്ക് പഠിപ്പിച്ചെന്ന ആളാണ് ഇത് എന്ന് ആ കുട്ടിയെ ചൂണ്ടിയിട്ട് നമുക്ക് പറഞ്ഞു തരും. ഒരു സ്പെഷ്യൽ കുട്ടിക്ക് പോലും എന്തോ ചിലത് ഈ ലോകത്ത് ചെയ്യാനുണ്ട്. എന്തോ ഒരു അത്ഭുതം ഒളിപ്പിച്ചു വെച്ചിട്ടല്ലാതെ ഒരു മനുഷ്യനും ഈ ലോകത്തേക്ക് വരുന്നില്ല. ഇതെല്ലാവർക്കും അറിയാം, ഇതറിയാത്ത ആരുമില്ല, നമുക്കൊക്കെ അറിയാം. പക്ഷേ അത് വെറുതെ തളിർക്കൂല. അതാ നല്ല കൂരിരുട്ടുള്ള സമയത്ത് നമ്മുടെ കയ്യിൽ സ്വർണത്തിൻ്റെ വിളക്കുണ്ടായിട്ട് എന്താ കാര്യം? നല്ല ഇരുട്ടുണ്ട്, പാതി രാത്രിയാണ്, എൻ്റെ കയ്യിൽ സ്വർണത്തിൻ്റെ വിളക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എടാ, അത് കത്തിക്കണ്ടേ? ഈ കത്തിക്കുന്ന പരിപാടിക്ക് പറയണ പേരാണ് ഹാർഡ് വർക്ക് എന്ന് പറയണത്. വെറുതെ കിട്ടൂല, വെറുതെ ഒന്നും കിട്ടുന്നില്ല. ഈശ്വരൻ നമ്മുടെ മുന്നിൽ രണ്ട് സാധന തരിക, ഒന്ന് സമയം, ഒന്ന് അവസരം. ഒന്ന് സമയം, ടൈം. ലോകത്തെല്ലാവർക്കും ഒരേപോലെ കിട്ടുന്ന ഒരൊറ്റ സാധനമേ ഉള്ളൂ, ടൈം. ഈശ്വരൻ രണ്ട് കാര്യങ്ങളാണ് തരുന്നത്. ടൈം. കഴിഞ്ഞു പോയിട്ട് കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല, ടൈം. നമ്മുടെ വീട്ടിലെ ചെറിയൊരു മോനെ അല്ലെങ്കിൽ ചെറിയൊരു മോളെ നിങ്ങൾ അടുത്തേക്ക് വിളിക്കുക, എന്നിട്ട് ആ കുട്ടിയുടെ മുന്നിൽ രണ്ട് സാധനങ്ങൾ വെക്കുക. 500 രൂപയുടെ നോട്ടും വെക്കുക, ഒരു ഡയറി മിൽക്കും വെക്കുക. എന്നിട്ട് ആ കുട്ടിയോട് പറയാ, ഏതെങ്കിലും ഒന്ന് എടുക്കാം. ഏതെങ്കിലും ഒന്ന് എടുക്കാം എന്ന് പറഞ്ഞാൽ മിക്കവാറും ആ കുട്ടി എടുക്കാൻ സാധ്യത ഉള്ളത് ഏതാ? ഇപ്പോഴത്തെ കുട്ടികളെ വിശ്വസിക്കാൻ പറ്റില്ല. മിക്കവാറും എടുക്കാൻ സാധ്യത ഉള്ളത് ചോക്ലേറ്റ് ആയിരിക്കും, അല്ലേ?
ചോക്ലേറ്റ് എടുത്തിട്ട് ആ 10 രൂപയുടെ ചോക്ലേറ്റ് കഴിച്ചുകൊണ്ടിരിക്കും. ആ കുട്ടി കുറച്ച് വലിയ കുട്ടിയായി എന്ന് വിചാരിക്കുക. ഒരു കാര്യം പറഞ്ഞാലൊക്കെ മനസ്സിലാവുന്ന ഒരു കുട്ടിയായിട്ട് നമ്മൾ ആ കുട്ടിയോട് ഈ കഥയൊന്ന് പറഞ്ഞു നോക്കൂ. എടാ, ഞാൻ നിൻ്റെ മുന്നിൽ 500 രൂപയുടെ നോട്ടും വെച്ച് 10 രൂപയുടെ 2 ചോക്ലേറ്റും വെച്ചു എന്ന് പറഞ്ഞാൽ, പ്രിയങ്കരനായ ഷാഫി, ശരിക്കും ഇവിടെ വേറെ ആരുടെ ആവശ്യമില്ല. എന്താ ഞാൻ പറഞ്ഞത്? എടാ, ചെറിയൊരു മോളെ വിളിക്കുക, എന്നിട്ട് എന്താ പറഞ്ഞ, ഒരു ചോക്ലേറ്റും വെക്കുക, 500 രൂപയും വെക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒന്ന് എടുക്കാൻ പറഞ്ഞ ചോക്ലേറ്റ് എടുത്ത് കഴിച്ച ആ കുട്ടി കുറച്ച് മുതിർന്നാൽ നമ്മൾ പറയാണ്, ഇങ്ങനെ സംഭവിച്ചു, നിന്റെ മുന്നിൽ 500 രൂപയും വെച്ചു, 10 രൂപയുടെ ചോക്ലേറ്റും വെച്ചു, നീ എടുത്തത് ഏതാണെന്നറിയാം? 10 രൂപ എന്ന് പറഞ്ഞാൽ ആ കുട്ടി തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് പറയുന്ന വാക്കെന്തായിരിക്കും? 500 രൂപ എടുത്തിരുന്നെങ്കിൽ എനിക്ക് എത്ര ചോക്ലേറ്റ് വാങ്ങാമായിരുന്നു എന്നല്ലേ? എന്താ തെറ്റിപ്പോയത്? പ്രയോറിറ്റി. കാരണം അറിവില്ലായ്മ. അറിവില്ലായ്മ കൊണ്ട് പിന്നെന്തുണ്ടായത്? വേദന. വേദന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ നിങ്ങൾക്ക്? വേദന എന്നുള്ളത് സംസ്കൃത വാക്കാ, 2 വാക്കാ കേട്ടോ. ഈ പ്രസംഗത്തിൽ ഒന്നും നിങ്ങൾ ഓർക്കണ്ട, ഈ വാക്ക് മാത്രം ഓർക്കണേ. എന്താണ്? വേദന. വേദം പ്ലസ് ന. വേദം പ്ലസ് ന. വേദം എന്ന് പറഞ്ഞാൽ അറിവ്, ന എന്ന് പറഞ്ഞാൽ ഇല്ല. അപ്പം എന്തായി? അറിവില്ലായ്മ. അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ കാരണം പിന്നീട് നമ്മൾക്ക് ഉണ്ടാകുന്നതിൻ്റെ പേരാണ് വേദന. നിങ്ങളുടെ പ്രയോറിറ്റി എവിടെയാണോ തെറ്റിപ്പോണത്, എടാ, നിങ്ങൾക്ക് പിന്നെ ഖേദിക്കാനേ സമയം ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ പ്രയോറിറ്റി എവിടെയാണോ തെറ്റിപ്പോകുന്നത്, പിന്നെ നിങ്ങൾക്ക് സങ്കടപ്പെടാനാണ് സമയം ഉണ്ടാവുക. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമ്മൾ തുടക്കത്തിൽ കടമ്പനിട്ടയുടെ ഒരു വരി പറഞ്ഞിരുന്നു. എന്തായിരുന്നു? നിങ്ങൾ ഓർക്കുക, നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. എൻ്റെ ഒരു മാഷുണ്ട്, അദ്ദേഹം പറഞ്ഞതാ. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടറുണ്ട്. ക്യാൻസർ വാർഡാണ്. തീരെ വയ്യാത്ത രോഗികൾ വരുന്ന വാർഡാണ്. ചികിത്സയൊന്നുമില്ല, അവരവിടെ ഉറങ്ങും, അത്രയേ ഉള്ളൂ. അങ്ങോട്ടൊരു അച്ഛൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വന്ന്, കുഞ്ഞിന് അസുഖമാണ്. അന്ന് രാത്രി കുഞ്ഞവിടെ ഉറങ്ങുകയാണ്. പക്ഷെ ഉറക്കം കിട്ടുന്നില്ല കുട്ടിക്ക്. എത്ര മരുന്ന് കൊടുത്തിട്ടും കുട്ടി ഉറങ്ങണില്ല. കുട്ടി ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ അച്ഛൻ ഇത് കണ്ടു. അപ്പോൾ അച്ഛൻ ഡോക്ടറോട് വന്നിട്ട് ചോദിക്കണം, ഡോക്ടർ, എൻ്റെ കുട്ടി നിങ്ങൾ മരുന്ന് കൊടുത്താലൊന്നും ഉറങ്ങൂല, എൻ്റെ തോള് കിടന്നാലേ ഓൻ ഉറങ്ങുള്ളൂ. അതുകൊണ്ട് ഞാനൊന്ന് അങ്ങോട്ട് വന്നിട്ട് എൻ്റെ തോളിലൊന്ന് കിടത്തട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, രാമൻകുട്ടി, അത് പറ്റൂല, രോഗികളല്ലാതെ അങ്ങോട്ട് ആരെയും പ്രവേശിപ്പിക്കാറില്ല. രാമൻകുട്ടി പറഞ്ഞു, ഓക്കെ, മനസ്സിലായി. എന്നാൽ ഡോക്ടർ എൻ്റെ കുട്ടിയോടൊരു കാര്യം പറയുമോ? എന്താ? ഓന് കിടക്കണ ആ കട്ടിലില്ലേ, അതിൻ്റെ അടുത്തൊരു ചുമരില്ലേ, ആ ചുമരിൻ്റെ പുറത്ത് ഞാനുണ്ട് എന്നൊന്ന് പറയൂ. അത് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. ഡോക്ടർ പറയാ, രാവിലെ 6 മണിക്ക് ഡോക്ടർ ജോലി കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ ആ ചുമരിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി. അവിടെ ഒരാൾ ആ ചുമരിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത് പോലെ നിൽക്കുന്നുണ്ട്. അച്ഛൻ. മഹാവിജയം നേടിയ ഒരു കുട്ടിയോട് ഒരാൾ ചോദിച്ചു, ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത പുസ്തകം ഏതാണ്, വായിച്ച പുസ്തകങ്ങളിൽ ഏറ്റവും സ്വാധീനിച്ച പുസ്തകം ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞത് എന്താണെന്നറിയോ? അച്ഛനും അമ്മയും ദിവസം വരുമാനവും ചെലവും ഒക്കെ എഴുതി വെക്കുന്ന ഒരു ചെറിയ പുസ്തകമുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. ആ പുസ്തകം അച്ഛൻ്റെയും അമ്മയുടെയും കണക്ക് പുസ്തകം, ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ച പുസ്തകം. നിങ്ങൾ ഓർക്കുക, നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഇല വീണ് കിടക്കുമ്പോൾ ഇല മാത്രമല്ലല്ലോ ഉണ്ടാവുക, അതിൻ്റെ കൂടെ ഒരു തണ്ട് കണ്ടിട്ടില്ലേ? എന്തിനാ തണ്ട്? എന്തിനാ? ഇല മാത്രം പോരെ, തണ്ട് എന്തിനാണെന്നറിയാം? അത് ആകാശത്തുനിന്ന് വീണതല്ല, അതൊരു മരത്തിൽ നിന്ന് വീണതാണ്. ഇതേപോലെ പടച്ചോൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കി വെച്ചൊരു അടയാളമുണ്ട്. എന്താണെന്നറിയോ? പൊക്കിൾ. ആളുകൾ അതിനെ എറോട്ടിക് സിമ്പലായിട്ടൊക്കെയാണ് ഉപയോഗിക്കുക. സത്യത്തിൽ എന്താ പൊക്കിൾ? അമ്മ. അമ്മ. നിങ്ങൾ ഓർക്കുക, നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. നമുക്ക് തന്ന ആളുകൾക്കൊന്നും തിരിച്ചു കൊടുക്കാൻ കഴിയില്ല നമുക്ക്. പിന്നെ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് എന്താ? നമ്മൾ കാണുന്ന മനുഷ്യനെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ള. ആരാവട്ടെ, എവിടെയാവട്ടെ, ലോകത്തെ ഏത് ഭാഗത്താവട്ടെ.
നിങ്ങൾ ഈ നാട്ടിൽ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളിലേക്ക് പോയി, നിങ്ങൾ അവിടെ നടക്കുന്നതിനിടയിൽ നിങ്ങൾ വാഷ്റൂമിലേക്ക് കയറി, നിങ്ങൾ ആവശ്യം കഴിഞ്ഞാൽ വാഷ്റൂമിൽ നിങ്ങൾ ഇറങ്ങുമ്പോൾ ഒരാൾ അങ്ങോട്ട് കയറിപ്പോകുന്ന കണ്ടിട്ടില്ലേ? ഒരു നീല വസ്ത്രം ധരിച്ച ഒരാൾ മോപ്പ് പിടിച്ച്. എവിടേക്കാണ് കയറിപ്പോണത്? നമ്മുടെ മാലിന്യങ്ങളിലേക്ക് ഒരാൾ കയറിപ്പോവാ അല്ലേ? ആ മനുഷ്യനും വേറെ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ കണ്ണിൽ വലിയൊരു മനുഷ്യനാണ്. അയാളെ മക്കൾ അയാളെ കാത്തിരിക്കുന്നുണ്ട്. അയാളൊന്ന് വരാൻ വൈകുമ്പോൾ മറ്റൊരു പ്രസവ വേദന പോലെ പിടയുന്ന ഒരമ്മയോ ഉമ്മയോ ഒക്കെ അയാൾക്കുണ്ട്. അയാളെ കാത്തിരിക്കുന്നൊരു പെണ്ണുണ്ട്. നമുക്ക് എല്ലാ മനുഷ്യന്മാരെയും സ്നേഹിക്കാനൊന്നും കഴിയില്ല. എല്ലാ മനുഷ്യന്മാരെയും റെസ്പെക്റ്റ് ചെയ്യാൻ കഴിയും. ലോകത്ത് ഏത് ഭാഗത്ത് നിങ്ങൾ ജീവിക്കുമ്പോഴും മനുഷ്യനെ റെസ്പെക്റ്റ് ചെയ്യാൻ കഴിയട്ടെ എന്ന് നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഇവിടെ ഇത്രയധികം പെൺകുട്ടികൾ ഇരിക്കുന്നുണ്ട്. ആൺകുട്ടികളെ കുറച്ചേ കാണുന്നുള്ളൂ. പെൺകുട്ടികളോടൊരു കാര്യം പറയട്ടെ. ആൺകുട്ടികളോടത് പറയേണ്ട ആവശ്യം പോലുമില്ല, അവരെങ്ങനെയെങ്കിലുമൊക്കെ പോയിക്കോളും. പെൺകുട്ടികളോട് പറയാനുള്ളത് എന്താണെന്നറിയോ? നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങൾക്ക് ചിറകുമാണ്, ആകാശവുമാണ്. ഒരു പക്ഷി അല്ലാതാകുന്നത് എപ്പോഴാണെന്നറിയോ? അതിന് ചിറകില്ലാതാകുമ്പോഴല്ല, അതിന് ആകാശം ഇല്ലാതാകുമ്പോഴാണ്. ഉള്ള ചിറക് വെച്ച് പറന്നോളും, പക്ഷെ അതിനൊരു ആകാശം വേണം. നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങൾക്ക് ചിറകുമാണ്, നിങ്ങൾക്ക് ആകാശവുമാണ്. ഒരു ചെറിയ പക്ഷിക്കുഞ്ഞ് ഒരു കുരുവിയുടെ മുന്നിൽ വലിയൊരു സർപ്പം ഇങ്ങനെ പത്തി വിടർത്തി ആടുന്നത് വെറുതെ ഇമാജിൻ ചെയ്ത് നോക്കൂ. ഒരു വലിയ മൂർഖൻ പാമ്പ് ഒരു ചെറിയ പക്ഷിക്കുഞ്ഞിൻ്റെ മുന്നിൽ ഇങ്ങനെ പത്തി വിടർത്തി ആടുമ്പോൾ ആ പക്ഷിക്ക് എത്ര പേടിയുണ്ടാവും അല്ലേ? ആ കുരുവിക്ക് എത്ര പേടിയുണ്ടാവും? ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? പേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? പക്ഷിക്ക് ചിറകില്ലേ? അതിനെ കാത്തിരിക്കുന്ന ഒരു ആകാശവുമില്ലേ? വരാനിരിക്കുന്ന ജീവിതം പല രീതിയിൽ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ പത്തി വിടർത്തി ആടും, നിങ്ങളെ പേടിപ്പിക്കും. നിങ്ങളുടെ കയ്യിൽ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കേണ്ടി വരും. അങ്ങേയറ്റം ടോക്സിക്കായ ബന്ധങ്ങളിൽ നിങ്ങൾ കുടുങ്ങിപ്പോവും. ഇറങ്ങിപ്പോകാൻ കഴിയാത്ത വിധം നിങ്ങൾ കുടുങ്ങിപ്പോവും. അതുകൊണ്ട് നിങ്ങൾക്ക് പറക്കാനുള്ള ചിറകും നിങ്ങളെ കാത്തിരിക്കുന്ന ആകാശവും നിങ്ങളുടെ വിദ്യാഭ്യാസമാണ് കേട്ടോ. ഞാൻ എൻ്റെ വാക്കുകളുടെ അവസാനം ഒരു കാര്യം പറയാം. സാധാരണ എല്ലാവരും പറയാറുണ്ട്, ഏതൊരു പുരുഷൻ്റെയും വിജയത്തിൻ്റെ പിന്നിൽ ഏതൊരു പുരുഷൻ്റെയും വിജയത്തിൻ്റെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാവും. അങ്ങനെ പറയാറില്ലേ? ഏതൊരു പുരുഷൻ്റെയും വിജയത്തിൻ്റെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാവും. പരാജയത്തിൻ്റെ പിന്നിൽ ഒന്നിലേറെ സ്ത്രീകളുണ്ടാവും. വിജയത്തിൻ്റെ പിന്നിൽ എന്തായാലും ഒരു സ്ത്രീ ഉണ്ടാവും. പക്ഷേ ഏതൊരു സ്ത്രീയുടെയും വിജയത്തിൻ്റെ പിന്നിൽ അവൾ തന്നെയായിരിക്കും. വേറെ ആരൊക്കെ അവളെ ഏതൊക്കെ വിധത്തിൽ പ്രോത്സാഹിപ്പിച്ചിട്ടും പൈസ കൊടുത്തിട്ടും കാര്യമില്ല. അവളൊരു ചുവട് മുന്നോട്ട് വെച്ചിട്ടില്ല എങ്കിൽ അവൾക്ക് എവിടെ എത്താൻ കഴിയില്ല. അതുകൊണ്ട് വിദ്യാഭ്യാസം, അറിവ് നിങ്ങളുടെ സമ്പത്ത് മാത്രമല്ല, നിങ്ങളുടെ ആയുധവുമാണ്. സ്ത്രീകൾക്ക് KSRTCയിലെ ഓർഡിനറി ബസ്സിൽ സൗജന്യ യാത്ര നടപ്പിലാക്കിയ വലിയൊരു പ്രോമിസ്, അതിൻ്റെ നടപ്പിലാക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ച ചരിത്ര മുഹൂർത്തം നിറഞ്ഞ ഒരു ദിവസത്തിൽ അതുകൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കടമ്മനിട്ടയുടെ ആ വരി എന്തായിരുന്നു? നമുക്കൊന്ന് ഒപ്പൊന്ന് പറഞ്ഞു നോക്കാം. എന്തായിരുന്നു? നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്, നമ്മളോർക്കുക നമ്മളെങ്ങനെ നമ്മളായെന്ന്. Thank you so much, PMA Gafur sir. He's a renowned motivational speaker, counselor and public speaker, known for his inspiring talks on personal development, education, family values and social awareness. അദ്ദേഹത്തിന്റെ ഈ വിലയേറിയ വാക്കുകൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പുതിയ ഉയരങ്ങൾ കീഴടക്കാനുള്ള ഊർജം പകരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ. നിങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ട് നമുക്ക് ഇത്രയും എല്ലാ കഥകൾക്കും ജീവൻ നൽകുന്ന ഈ ഒരു മനുഷ്യന് വേണ്ടി നല്ലൊരു കൈയടി കൊടുക്കാം.